കൊച്ചിയിൽ ലഹരി മരുന്നിനായി ഡോക്ടറുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയ 2 പേർ പിടിയിൽ. പറവൂർ സ്വദേശികളാണ് പിടിയിലായത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഈ വ്യാജ കുറിപ്പടി ഉണ്ടാക്കി എന്തു മരുന്ന് എഴുതിയെടുക്കാനാണെന്നാണ് പോലീസ് പറയുന്നത്? ഹാഷ്മി, വ്യാജ കുറിപ്പടി ഉണ്ടാക്കി നെട്രോസെഫാം ഗുളികകളാണ് ഇവർ വാങ്ങിക്കൂട്ടിയത്. നിക്സൺ ദേവസ്യ, അതോടൊപ്പം തന്നെ സനൂപ് വിജയൻ എന്നിവരാണ് ഇന്നലെ പറവൂർ പോലീസിന്റെ പിടിയിലായത്. MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നേരത്തെ നാട്ടിൽ സുലഭമായി ലഭിച്ചിരുന്നു. ഇതിനുശേഷം പോലീസിന്റെ ഭാഗത്തും വലിയ പരിശോധനയും റെയ്ഡും നടന്നതിനെ തുടർന്ന് ഇത് ലഭ്യമാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടി ഉണ്ടാക്കി ഈ സംഘം ഈ ഗുളികകൾ വാങ്ങിക്കൂട്ടിയത്. ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കുമായിട്ടാണ് ഈ സംഘം ഈ ഗുളികകൾ ഉപയോഗിച്ചിരുന്നത്. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാകില്ല. ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്നുകൾ ലഭ്യമാവുകയുള്ളൂ, അതും ഒരു നിശ്ചിത അളവിൽ. പക്ഷേ ഈ സംഘം ഈ ഗുളികകൾ കൂടുതൽ വാങ്ങിക്കൂട്ടി നിരന്തരം ഈ ഗുളികകൾ വാങ്ങിക്കൂട്ടുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന തുടർന്നാണ് പോലീസിന് വിവരം ലഭിക്കുകയും പിന്നീട് പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ ഇവരെ പിടികൂടുകയും ചെയ്തത്. നേരത്തെ ഇതേ സംഘം കോയമ്പത്തൂരിലും സമാനമായ നിലയിൽ തന്നെ ഈ ഗുളികകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും പ്രതികളെ ഇന്നലെ വൈകിട്ട് പോലീസ് പിടികൂടി. നിക്സൺ ദേവസ്യ, അതോടൊപ്പം സനൂപ് വിജയൻ എന്നിവരാണ് നോർത്ത് പറവൂർ പോലീസിന്റെ പിടിയിലായത്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇവർ നേരത്തെയും ഇത്തരത്തിൽ സമാനമായി തന്നെ കേസുകൾ പെട്ടിട്ടുണ്ട്. കൂടാതെ നോർത്ത് പറവൂരിലെ ബാറിലുണ്ടായ അടിപിടി കേസിലും ഇവർ പ്രതികളാണ്. അല്ല നിതിൻ, വാട്ട് ഈസ് നിട്രോസെപ്പാം യൂസ്ഡ് ഫോർ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് നിട്രോസെപ്പാം ഈസ് എ ലോങ് ആക്ടിംഗ് ബെൻസോ ഡയാസെപ്പിൻ വിത്ത് ഇന്റർമീഡിയറ്റ് ഓൺസെറ്റ് കോമൺലി യൂസ് ടു ട്രീറ്റ് പാനിക് ഡിസോർഡേഴ്സ്, സിവിയർ ആങ്സൈറ്റി, ഇൻസോംനിയ ആൻഡ് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ്. അത് ഇവന്മാർ വാങ്ങിച്ചു കൂട്ടുന്നത് എന്തിനാ? ഒരളവിൽ കൂടുതൽ ഇത് ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത് ലഹരിയായി മാറും എന്ന് തന്നെയാണ് പോലീസെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഈ സംഘം വാങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് അന്വേഷണം നടത്തിയത്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലഹരി വസ്തുക്കൾ നാട്ടിൽ ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇത്തരം നീക്കങ്ങളിലേക്ക് ഇവർ സഞ്ചരിക്കുന്നു, യുവാക്കൾ സഞ്ചരിക്കുന്നു എന്ന് തന്നെ പോലീസ് പറയുന്നു. എന്തായാലും നെട്രോസെപ്പാം എന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗുളികകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ലഭ്യമാവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ വാങ്ങി ഇവർ വിൽപ്പന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇതിനെ തുടർന്നാണ് എന്തായാലും ഈ പ്രതികളെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെട്രോസെപ്പാം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗുളികകൾ തന്നെയാണ്. ഹാഷ്മി, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഗുളികയാണ്, അത് മരുന്നാണ്. ആ മരുന്ന് കൂട്ടത്തോടെ വാങ്ങി എന്തോ ലഹരി ഗുളിക ഉപയോഗിക്കുന്നതൊക്കെയാണ്. അപ്പോൾ എന്തും വല്ലവന് പുല്ലുമായുധം എന്നൊക്കെ പറയുന്നത് പോലെ കയ്യിൽ കിട്ടുന്ന ഒക്കെ ലഹരിയാക്കാൻ കഴിവുള്ള വല്ലഭന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, സൂക്ഷിക്കുക. എറണാകുളം ഏലൂരിൽ കുഴിക്കണ്ടം തോട്ടിൽ മലിനീകരണം കനത്തുന്നൊരു വാർത്ത വരുന്നുണ്ട്. 2 ആഴ്ച ആ പ്രദേശത്ത് വലിയ ദുർഗന്ധമാണ്. പ്രദേശവാസികൾക്ക് പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ട്. ഛർദിയും പനിയുമായി കുട്ടികൾ ആകുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല ആ തോട്ടിൽ കറുപ്പും വെളുപ്പും നിറഞ്ഞ പത അതങ്ങനെ നിറയുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് കാരണം എന്ന കാര്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു.